ആള് പ്രഗ്നന്റ് ആണ്, പക്ഷെ കുഞ്ഞിനെ കാണാനില്ല. ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയപ്പം ഭഗവാന്റെ തൊട്ടടുത്ത് നിന്ന് ഭഗവാനെ സേവിക്കുന്ന ആളാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പൊ ആ ഒരു അനുഭവം ഒന്ന് പറയാമോ? അപ്പൊ ഞാൻ ചാർജ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു മോളാണ് ഉള്ളത്. രണ്ടാമത് ഒരു വൈഫ് ഇതുപോലെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ് ഞങ്ങള് ആള് പ്രഗ്നന്റ് ആണ്, പക്ഷെ കുഞ്ഞിനെ കാണാനില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴും പ്രഗ്നന്റ് ആണ്, പക്ഷെ കുട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ട്യൂബിലാണോ നോക്കാന്ന് വെച്ചാൽ ട്യൂബ് നോക്കി, ട്യൂബിലും ഇല്ല. അപ്പൊ ആകെ എന്താണെന്ന് അറിയാൻ ഒരു വിഷമമായി. ആ സമയത്താണ് ഞാനിവിടെ ചാർജ് ആക്കുന്നതും ഈ തന്ത്രി അദ്ദേഹം വന്ന് പൂജ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നീ എന്തായാലും ഇത് പറയുന്നത് അദ്ദേഹത്തിന്റെ നടയിലിരുന്നാ പറയുന്നത്, അപ്പൊ ഇതെല്ലാം ഒരു നിമിത്തമായിരിക്കാം. അപ്പോൾ നീ ഒരു അടുത്ത് 12 ദിവസം അദ്ദേഹത്തിന് കദളിപ്പഴ നിവേദ്യവും തൃക്കൈവെണ്ണയും കഴിച്ചിട്ട് സ്വാമിയുടെ പ്രധാന അതെ വഴിപാടാണ്. അപ്പൊ അത് കഴിച്ച് 12 ദിവസം കഴിഞ്ഞ് 12ാമത്തെ ദിവസം പാൽപ്പായസം നടത്തി ഇവിടെ വരുന്ന കുട്ടികൾക്ക്, ഏതെങ്കിലും കുട്ടികൾക്ക് ഇത് കൊടുത്ത് ചെയ്തോളാൻ പറഞ്ഞു. ഇനി 12 ദിവസം നടത്തി 12ാം ദിവസം ഇതുപോലെ വന്ന ഒരു കുട്ടിക്ക് ഇതുപോലെ പാൽപ്പായസം വഴിപാട് കൊടുത്തു. 15ാമത്തെ ദിവസമാണ് എനിക്ക് സ്കാനിങ് ഉണ്ടായിരുന്നത്. 15ാമത്തെ ദിവസം ഞാൻ സ്കാനിങ്ങിൽ ചെല്ലുമ്പോൾ സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതേപോലെ പ്രഗ്നന്റ് ആണ്, കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞു. ഉണ്ട് എന്ന് പറഞ്ഞു. അത്രയും നാള് ഇല്ലായിരുന്ന കുഞ്ഞവിടെ ഉണ്ട്. എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു അനുഭവമാണ് അത് എന്റെ ജീവിതത്തിൽ. ശരിക്കും അയ്യോ, തിരുമേനിക്ക് തന്നെ അത് ആദ്യം, പ്രത്യേകിച്ച് നമ്മള് കേറുകയാണ് അമ്പലത്തിലേക്ക്, ആദ്യം തന്നെ ഭഗവാൻ ആ ഒരു ഇത് കാണിച്ചു തന്നു. തീർച്ചയായും. ഇനി 5 വയസ്സായി മോക്ക്, 5-6 വയസ്സായി മോക്ക്. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ അനുഭവമാണ് അത്. അതും ഒരു ജീവന്റെ കണികയാണ്, ഏറ്റവും വലുത് അതാണ്. അതെ 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 ഒരു നമ്മുടെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ജനനമാണ് ഏറ്റവും, അതിൽ തന്നെ ഭഗവാൻ അത്ഭുതം പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം. തിരുമേനിയുടെ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ശ്രീകൃഷ്ണസ്വാമിയാണ് സന്താനങ്ങളെ അത്രയധികം തന്ന് അനുഗ്രഹിക്കുന്ന ഭഗവാനാണെന്ന് നമുക്ക് തിരുമേനിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി.